all, welcome back to my YouTube channel. This is Therese Matthew. Hope you all are fine. സോ നമുക്കറിയാം നീറ്റ് എക്സാം നീറ്റ് 2024 ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് നടക്കുന്നതാണ്. സോ നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലായിരിക്കും എന്നറിയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. നീറ്റിന് കുറച്ചുകൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ച കാര്യങ്ങൾ. അത് ചിലപ്പോൾ നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുവാണ്. സോ ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിൻലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുക. ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും മിനിമം നമ്മൾ ചെയ്യാൻ നോക്കുക. അതും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് നമ്മൾ നീറ്റ് എഴുതുന്നത് എക്സാം എഴുതുന്നത് എങ്ങനെയാണോ ആ ഒരു പാറ്റേണിൽ തന്നെ പോവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നീറ്റിൻ്റെ ആ ഒരു ടൈമൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന പാറ്റേൺ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ആദ്യം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയാണ് പാറ്റേൺ ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ ലാസ്റ്റ് എക്സാമും നീറ്റും. അപ്പോൾ നീറ്റ് എങ്ങനെയാണോ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആദ്യം ബയോളജിയാണ്, പിന്നെ കെമിസ്ട്രി, ദെൻ ഫിസിക്സ് ആണെങ്കിൽ ഇപ്പം മുതലേ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആ ടൈം ആകുമ്പോഴത്തേക്കും അത് മാറ്റി നിങ്ങൾക്ക് കൺഫ്യൂസ്ഡായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതിനെക്കാട്ട് നല്ലത് എങ്ങനെയാണോ അവസാനം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ ഉണ്ടാകുന്നത് ആ മിസ്റ്റേക്സ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് നമുക്ക് എന്തുകൊണ്ടാണ് ആ മിസ്റ്റേക്സ് ഉണ്ടായതെന്ന് നോക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അല്ലാണ്ട് പഴയതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു പോകുന്നത് തന്നെയായിരിക്കും. മിനിമം 2 ദിവസത്തിനെങ്കിലും ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്. ഹെൽത്ത് നന്നായിട്ട് നോക്കുക. ഇനി ആകെ 2 ആഴ്ചയുള്ളൂ. അപ്പം ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. നമ്മുടെ കാലാവസ്ഥയൊക്കെ അറിയാലോ. അപ്പം ഹെൽത്തിനൊട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ദെൻ ഉറക്കം ഒട്ടും നമ്മൾ കളയാൻ പാടില്ല. ഉറക്കം കളഞ്ഞ് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. സോ ഉറക്കം മിനിമം ഒരു 6 hours എങ്കിലും ഉറങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം പഠിക്കുക. പിന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ബയോളജി NCERT നോക്കി പൊക്കോളൂ. പിന്നെ മറ്റേതൊക്കെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഫിസിക്സും കെമിസ്ട്രിയും. പിന്നെ ഒരു 12+ hours എങ്കിലും ഡെയിലി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള ടൈം നിങ്ങൾ കണ്ടെത്തണം. പിന്നെ എൻ്റെ സാറ് പറഞ്ഞതാണ്, നമ്മളെല്ലാവരും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മാർക്സിൽ നിന്ന് തന്നെയാണ്. അപ്പം നമ്മൾ എത്രത്തോളം അതിൻ്റെ മാക്സിമം സ്കോറിലേക്ക് നമ്മൾ എങ്ങനെ എത്തുമെന്നുള്ളത് നമ്മൾ എക്സാം ഹാളിൽ എങ്ങനെ ഇരിക്കും, എത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രസൻസ് ഓഫ് മൈൻഡായിട്ട് നമ്മളത് ചെയ്യുന്നു എന്നതിനനുസരിച്ചേക്കും നമ്മൾ അതിൻ്റെ മാക്സിമം മാർക്സിലേക്ക് എത്തുന്നത്. ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. സോ ഇതിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ എക്സാംസ് എടുക്കാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ നീറ്റ് എഴുതുന്ന ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.